നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ ഇത് കഷ്ടകാലം തന്നെ. ഒടുവിൽ അഴിക്കുള്ളിലാകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. 2024 ഏപ്രിൽ 17 ശശിധരൻ കർത്ത എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നൽകിയൊരു മൊഴി. ആ മൊഴിപ്പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നു. വീണ വിജയന് എക്സാലോജിക് എന്ന കമ്പനിക്ക് പുറമെ മറ്റ് ചില കമ്പനികൾ കൂടിയുണ്ട് എന്ന സംശയം ഇഡിയിൽ ശക്തം. മെയ് 27 നടന്ന റെയ്ഡിൽ കണ്ടെത്തിയ ചില വിവരങ്ങൾ അത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പോലും നടുക്കിക്കളഞ്ഞു. ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി വീണ വിജയൻ്റേതാണ് എന്ന സംശയം ഇഡിയിൽ ശക്തമാണ്. വീണ തൈക്കണ്ടിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുമ്പോൾ ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ്റെ ബാങ്ക് അക്കൗണ്ടും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു. ഈ അക്കൗണ്ടിലുണ്ടായിരുന്നത് 15,57,414 രൂപ. മെഡിക്കൽ ഉപകരണങ്ങൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്ന കമ്പനിയാണ് ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ. ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും വീണയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമാക്കുമെന്നാണ് ഇഡി പറയുന്നത്. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്തപ്പോൾ താൻ നേരിട്ട് ഗൈഡൻസ് നൽകുന്ന കമ്പനി എന്ന നിലയിലാണ് വീണ വിശദീകരണം നൽകിയത്. താൻ നേരിട്ട് CMRL ഗൈഡൻസ് നൽകിയിരുന്നുവെന്ന് വീണ അന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് മൊഴിയും നൽകിയിരുന്നു. എന്നാൽ ഇതിന് തെളിവായി ഇമെയിലോ മറ്റ് രേഖകളോ ഹാജരാക്കാൻ വീണ തൈക്കണ്ടിക്ക് കഴിഞ്ഞില്ല. ഇതോടെയാണ് ഇല്ലാത്ത സേവനങ്ങളുടെ പേരിലാണ് CMRL നിന്ന് പണം കൈപ്പറ്റിയത് എന്ന് ഇഡി കണ്ടെത്തിയത്. 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 2,78 ലക്ഷം രൂപയാണ് വീണ തൈക്കണ്ടിക്കും വീണ തൈക്കണ്ടിയുടെ കമ്പനിക്കും ശശിധരൻ കർത്തയുടെ കമ്പനി കൈമാറിയത്. ഇല്ലാത്ത സേവനത്തിന്റെ പേരിലാണ് ഈ പണം കൈമാറിയത് എന്ന് നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരുന്നു. തങ്ങൾ ശശിധരൻ കർത്തയുടെ CMRLന് സേവനങ്ങളൊന്നും നൽകിയിരുന്നില്ല എന്ന് വീണ തൈക്കണ്ടിയും ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചു. വീണ വിജയന് പ്രതിമാസം 5 ലക്ഷം രൂപയും എക്സാലോജിക്കിന് പ്രതിമാസം 3 ലക്ഷം രൂപയും എന്ന കണക്കിലാണ് പണം കൈമാറിയത്. ശശിധരൻ കർത്തയുടെ മറ്റൊരു സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപ വീണയുടെ എക്സാലോജിക്കിന് കൈമാറിയിരുന്നു. 2024 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ശശിധരൻ കർത്ത നൽകിയ മൊഴിയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. അവർ ഞങ്ങൾക്ക് സേവനങ്ങളൊന്നും നൽകിയില്ല, ബന്ധത്തിന്റെ പേരിലാണ് പണം നൽകിയത്. വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിലാണ് വീണ വിജയനും കമ്പനിക്കും താൻ പണം കൈമാറിയത് എന്ന് ശശിധരൻ കർത്ത ഇഡിയുടെ മുന്നിൽ സമ്മതിച്ചു. വീണയോ എക്സാലോജിക്കോ CMRLന് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്ന് ശശിധരൻ കർത്തയും സമ്മതിച്ചു. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച എക്സാലോജിക് CMRL പണമിടപാട്. ഈ പണമിടപാടിൽ നേരത്തെ വീണ തൈക്കണ്ടി പ്രതിയാകും എന്ന് ഉറപ്പിച്ചിരുന്നു. വീണയുടെ ബാങ്ക് അക്കൗണ്ടുകൾ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചിരുന്നു. സ്വത്ത് പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അതിനിടയിൽ ഇതാ വീണയുടെ പിതാവ് പിണറായി വിജയൻ തന്നെ ഈ കേസിൽ പ്രതി ചേർക്കപ്പെടുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം. കേസന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്കും തിരിയുന്നതോടെ എക്സാലോജിക് കേസിൽ പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൈവരും. ഒരു വശത്ത് CPMന് കേരളത്തിലെ ഭരണം നഷ്ടമായ അവസ്ഥ, മറുവശത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊന്നും ഇപ്പോൾ പിണറായി വിജയനെ സഹായിക്കാൻ എത്തുന്നില്ല. പാർട്ടിയിൽ തികച്ചും ഒറ്റപ്പെട്ട പരിസ്ഥിതിയിലാണ് പിണറായി വിജയൻ. കേസിന്റെ തുടർ നടപടികളുടെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യും എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. മറുവശത്ത് നേരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡിനെത്തി പുറത്തിറങ്ങിയ ED സംഘത്തെ CPM പ്രവർത്തകരും ചില പ്രാദേശിക നേതാക്കളും ചേർന്ന് ആക്രമിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന വാഹനം തല്ലിത്തകർക്കുകയും ED ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തു. ഒരു വശത്ത് പാർട്ടി പ്രവർത്തകരുടെ മേൽ ഈ കേസ് കൂടുതൽ കുരുക്കായും നിൽക്കുന്നു. മറുവശത്ത് പിണറായി വിജയൻ തന്നെ അടപടലം വീഴുമെന്ന അവസ്ഥ. മുമ്പൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിണറായി വിജയനെ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചാൽ പാർട്ടി പ്രതിരോധത്തിനെത്തും എന്ന ഒരു പൊതുധാരണ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എല്ലാം കീഴ്മേൽ മറിഞ്ഞ അവസ്ഥയിലാണിപ്പോൾ. പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കും ഇനി പിണറായി വിജയനെ പ്രതിരോധിക്കാൻ കഴിയില്ല. ഒന്ന് പ്രതിരോധിച്ചതിൻ്റെ കേട് ഇതുവരെ ഒടുങ്ങിയിട്ടില്ല. അതുതന്നെയാണ് മുഖ്യ വിഷയം. അവരൊക്കെ ഇപ്പോഴും അഴിക്കുള്ളിൽ കിടക്കുന്നു. ഇടുത്തി പോലെയാണ് ഇപ്പോൾ CMRL കമ്പനി MD ശശിധരൻ കർത്ത നൽകിയിരിക്കുന്ന മൊഴി പിണറായി വിജയന് വിനയായി മാറുന്നത്. പിണറായി വിജയനുമായി തനിക്കുണ്ടായിരുന്ന വ്യക്തിപരമായ അടുപ്പത്തിന്റെ പശ്ചാത്തലത്തിലാണ് പണം കൈമാറിയത് എന്ന് ശശിധരൻ കർത്ത കേന്ദ്ര ഏജൻസികൾക്ക് മുന്നിൽ തുറന്നു സമ്മതിച്ചു. ഇതിനെ ശരിവയ്ക്കുന്ന ചില മൊഴികൾ ശശിധരൻ കർത്തയുടെ ഭാര്യയിൽ നിന്നും മകനിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചു. ഇതോടെ കൂടുതൽ കുരുക്കാണ് പിണറായി വിജയന് മേൽ ഇപ്പോൾ മുറുകിയിരിക്കുന്നത്.
2024 ഏപ്രിലിൽ അന്ന് ശശിധരൻ കർത്തയുടെ വീട്ടിൽ വെച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കർത്തയുടെ മൊഴിയെടുത്തത്. യാതൊരു സേവനവും നൽകാതെ പിണറായി വിജയന്റെ സ്വാധീനം ഒന്നുകൊണ്ട് മാത്രം വ്യക്തിപരമായ അടുപ്പത്തിന്റെ പേരിൽ താൻ പണം കൈമാറി എന്ന് ശശിധരൻ കർത്ത സമ്മതിക്കുമ്പോൾ ഇനി പിണറായി വിജയനെ കൂടി പ്രതി ചേർക്കാതിരിക്കാൻ എൻഫോഴ്സ്മെന്റിനും കഴിയില്ല. ശശിധരൻ കർത്ത നൽകിയ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം ഇഡി കേസെടുത്തത്. വീണയുടെയും അവരുടെ കമ്പനികളുടെയും ബാങ്ക് അക്കൗണ്ടുകളും നിക്ഷേപങ്ങളും ഇഡി മരവിപ്പിച്ചത് ഇത്തരമൊരു ഗുരുതര പശ്ചാത്തലത്തിൽ. വീണ ടിയുടെ പേരിലുള്ള 16.5 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങളാണ് നിലവിൽ ഇഡി മരവിപ്പിച്ചിരിക്കുന്നത്. സ്വന്തം പേരിലും വിവിധ കമ്പനികളുടെ പേരിലും നടത്തിയ നിക്ഷേപങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. വീണയുടെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയായ ലേക്കർ ഇന്ത്യയുടെ 15.5 ലക്ഷം രൂപയുടെ ബാങ്ക് നിക്ഷേപങ്ങളും ഇഡി കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെടുന്നു. നേരത്തെ വീണ തൈക്കണ്ടിയുടെ ബാങ്ക് ലോക്കർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധിക്കുകയും അതിനുള്ളിലുണ്ടായിരുന്ന സാധനങ്ങൾ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരുന്നു. ഈ കേസിലെ പ്രധാന ഘടകമാണ് ശശിധരൻ കർത്ത. ശശിധരൻ കർത്തയുടെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള 26 കോടി രൂപയുടെ സ്വത്തുക്കളും സാമ്പത്തിക നിക്ഷേപങ്ങളും ഇഡി മരവിപ്പിച്ചിട്ടുണ്ട്. നിയമവിരുദ്ധ പണമിടപാട് നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യതയോടെ കണ്ടെത്തി. പിണറായി വിജയന് ഈ പണമിടപാടിലുള്ള പങ്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തലിലുണ്ട്. ഇനി 2 തലത്തിലാണ് ഈ കേസന്വേഷണം കൂടുതൽ ശക്തിപ്പെടുന്നത്. CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിർദ്ദേശം വയ്ക്കാൻ കഴിയും. വീണ തൈക്കണ്ടിയെ പ്രതി ചേർക്കുന്നതിലേക്കും പണത്തിൻ്റെ യഥാർത്ഥ ഉറവിടവും പണം ഉപയോഗിച്ചതിൻ്റെ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശ്രമിക്കും. മുൻ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ അത് രാഷ്ട്രീയമായ വലിയ കോളിളക്കങ്ങൾക്കും കാരണമാകും. അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ട് കൂടി അംഗീകരിക്കപ്പെടുന്നതോടെ കേസിൽ അടുത്ത ഘട്ട നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കടക്കാൻ കഴിയും. വരും ദിവസങ്ങളിൽ വീണ്ടും വീണ തൈക്കണ്ടിയെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. ഒപ്പം പിണറായി വിജയനെ എന്ന് ചോദ്യം ചെയ്യാനായി നോട്ടീസ് നൽകും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. വലിയ കുരുക്കിലേക്കാണ് പിണറായി വിജയന്റെ കുടുംബം പതിച്ചിരിക്കുന്നത്. ഒരു പതിറ്റാണ്ടുകാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വിലസിയിരുന്ന പിണറായി ഒടുവിൽ ഭരണം നഷ്ടപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനം പാർട്ടിയിൽ നിന്ന് പിടിച്ചുവാങ്ങി പിണറായി വിജയൻ തുടരുന്നു. ശക്തമായ നീക്കങ്ങളുമായി ഇഡി മുന്നോട്ട് നീങ്ങുമ്പോൾ മറുവശത്ത് യാതൊരുവിധ പ്രതികരണങ്ങൾക്കും ഇപ്പോൾ CPMന് പോലും കഴിയുന്നില്ല. ഒരു കാര്യം വ്യക്തമാണ്, സഹായിക്കാൻ ആരുമില്ലാത്ത ഘട്ടത്തിലാണിപ്പോൾ പിണറായി വിജയൻ. പാർട്ടിയില്ല, സർക്കാരുമില്ല കയ്യിൽ. പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന ഒരൊറ്റ ആയുധം മാത്രമേ ഇനി പയറ്റി നിൽക്കാൻ പിണറായി വിജയന്റെ കൈവശമുള്ളൂ. എന്നാൽ മകൾ മാത്രമല്ല, തന്നെ കൂടി ചോദ്യം ചെയ്യുമെന്നും താൻ കൂടി കേസിന്റെ ഭാഗമായി പ്രതി ചേർക്കപ്പെടുമെന്നുമുള്ള ഭയം അത് പിണറായി വിജയനെ വല്ലാതെ വേട്ടയാടാൻ തുടങ്ങിയിരിക്കാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.